ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റഡി ചാലഞ്ചിൻ്റെ D3 വീഡിയോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ Day 2 സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ Day 2 പഠിച്ചിട്ടുണ്ടായിരുന്നത് 2 സബ്ജക്റ്റ് ആയിരുന്നു. ഒന്ന് നമ്മുടെ മാത്സ് ആൻഡ് അടുത്തത് കെമിസ്ട്രി. ആൻഡ് ഞാനിപ്പോൾ എന്താ പറഞ്ഞു വരുന്നതെന്ന് മനസ്സിലാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. നമ്മൾ SSLC സ്റ്റുഡൻസിന് വേണ്ടി ഒരു 10 ഡേയ്സ് സ്റ്റഡി ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പെർ ഡേ 3 hours പഠിക്കുക എന്ന രീതിയിൽ. സോ ഇതുവരെ നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നാണോ നിങ്ങൾ വീഡിയോ കാണുന്നത്, ഇന്നാണ് നിങ്ങളുടെ Day 1, ഇന്ന് മുതൽ പഠിച്ച് തുടങ്ങുക. ജസ്റ്റ് ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കൂടെ കമൻറ്റ് ചെയ്യുക. ആൻഡ് അന്ന് ചാലഞ്ച് അക്സെപ്റ്റഡ് എന്ന് കമൻറ്റ് ചെയ്ത് പോയ കുറേ പേരുണ്ട്. അവരോടാണ് എൻ്റെ ഒരു ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാവരും പഠിച്ച് തുടങ്ങിയോ ആൻഡ് എങ്ങനെയുണ്ട് ഒരു 2 or 3 ഡേയ്സിൻ്റെ ഒരു റിവ്യൂ പോലെ ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഞാൻ Day 2 പഠിച്ചിട്ടുണ്ടായിരുന്നത് മാത്സിലെ ട്രിഗ്നോമെട്രി ആയിരുന്നു. അതുപോലെ തന്നെ കെമിസ്ട്രിയിൽ ഓൾറെഡി നമ്മുടെ ഓണം എക്സാമിന് കഴിഞ്ഞ പോർഷൻസ് തന്നെ റീവാച്ച് ചെയ്യുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നോട്ട്സ് ഒന്നും ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയായിരുന്നു ഞാൻ Day 3 കൈവേദന ആയതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് എഴുതാനും പറ്റില്ല. സോ ഓൾറെഡി കണ്ട ക്ലാസ്സിൽ ഞാൻ നോട്ട്സ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞാൻ കെമിസ്ട്രിയിൽ ഏതാ പഠിച്ചതെന്ന് പറഞ്ഞുതരാം. നമ്മുടെ 3rd ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. ഇത് ഓൾറെഡി നമ്മൾ ഓണം എക്സാമിന് പഠിച്ച കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ഞാൻ ഒന്നും കൂടെ എനിക്കെല്ലാം മറന്നിട്ടുണ്ടായിരുന്നു. എക്സാമിന് എനിക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് ഈ ഒരു പോർഷൻ വരെയായിരുന്നു ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓൾറെഡി മിഥില മിസ്സിൻ്റെ ക്ലാസ്സൊക്കെ കണ്ട് പഠിച്ചിരുന്നത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ സൈലത്തിൻ്റെ നോട്ടാണിത്. സോ ഞാൻ ഇതിൽ ഓൾറെഡി കുറച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ക്ലാസ് മാത്രം കണ്ട് ശ്രദ്ധിച്ചിരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ പഠിച്ചിട്ട് മറന്നുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വന്നു നമ്മൾ തന്നെ എഴുതിയതൊന്നും നോക്കണ സമയത്ത്. പിന്നെ നമ്മുടെ ഈ ഒരു സ്റ്റഡി ചലഞ്ചിന്റെ കാര്യത്തിൽ കുറച്ച് പേർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ പൂജ ഹോളിഡേയ്സ്. കാരണം ഇനി വരാൻ പോണ 2-3 ദിവസം പൂജ ഹോളിഡേയ്സ് ആണ്. സോ പൂജ ഹോളിഡേയ്സിന്റെ സമയത്ത് കുറേ പേർക്ക് അതൊരു സ്റ്റഡി ഹോളിഡേയ്സ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. പക്ഷേ ഈ ബുക്ക് പൂജയ്ക്ക് വെക്കുന്നവർക്ക് ആ സമയത്ത് പഠിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്കാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾ യാതൊരു കാരണവശാലും ഈ ഒരു ചലഞ്ച് ക്വിറ്റ് ചെയ്യരുത്. ഈ ഒരു സമയത്ത് ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് വെക്കുക. ആഫ്റ്റർ ദാറ്റ് നമുക്ക് വീണ്ടും ചലഞ്ച് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ കുറേ പേര് ചോദിച്ചൊരു കാര്യമാണ് ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ ഒരു സ്റ്റഡി ടൈം ടേബിൾ ചെയ്യുമോ എന്നുള്ള കാര്യം. ആദ്യം നിങ്ങൾ ഇത് ഏത് രീതിയിലാണെന്ന് കമൻറ്റ് ചെയ്യുക. ലൈക്ക് ഈവനിങ് ആണോ, മോർണിംഗ് ആണോ, അല്ലെങ്കിൽ സമയമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഓർ അതർ ദാൻ സബ്ജക്റ്റ് വൈസ്, അല്ലെങ്കിൽ ഏത് പോർഷൻസ് ആണ് നമ്മൾ ഒരു ദിവസം പഠിക്കുന്നത്. അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു തന്നാൽ എനിക്ക് അതിനനുസരിച്ച് ഒരു സ്റ്റഡി പ്ലാൻ അല്ലെങ്കിൽ സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്ത് തരാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾ ബുക്ക് പൂജയ്ക്ക് വെക്കാൻ പോകുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇനി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പൂജ ഹോളിഡേയ്സിന് ശേഷം സെറ്റാക്കാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.